നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ കുറേ ഡോക്യുമെന്റ്സിന്റെ ആവശ്യം. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ ഇത്ര അധികം ഡോക്യുമെന്റ്? പ്രത്യേകിച്ച് ഇപ്പൊ ആൾക്കാരുടെ ഇടയിലുണ്ട് ലോഗിൻ OTP കൊടുക്കാൻ പറ്റും. OTP ആണ് ഇപ്പോഴത്തെ വലിയ കളർ. അപ്പൊ നമ്മളിവിടെ ചെയ്യുമ്പോൾ എനിക്ക് ഇത് സ്ഥിരമായിട്ട് കിട്ടുന്നത് എന്തിനാ എത്ര OTP, എന്തിനാ എത്ര ഡോക്യുമെന്റ്സ്? കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്ഥാഗമജംഗമ വസ്തുക്കൾ നിങ്ങൾ മേടിക്കുമോ എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ പറയുന്നത്. നമ്മൾ എന്ത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് റൂൾ ആണ് എവറിത്തിങ് ഹാസ് ടു ബി ഡോക്യുമെന്റഡ്. എല്ലാം കണക്റ്റഡ് ആണ്. പഴയ പോലെ നമ്മൾ പാനും ആധാറും ലിങ്ക്ഡ് ആണ്. ഈ പാനും ആധാറും നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൊടുക്കണം. ബാങ്ക് ഡോക്യുമെന്റ്സ് കൊടുക്കണം. ബാങ്ക് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസൽ ചെക്ക്, നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് അത് വെരിഫൈ ചെയ്യണം. അതേപോലെ പണ്ടിപ്പോ നോമിനിയുടെ പേര് മാത്രം കൊടുത്താൽ മതിയായിരുന്നു, ഇപ്പൊ അത് പോരാ. പേര് കൊടുക്കണം, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താന്ന് കൊടുക്കണം. ഇതൊക്കെ ആദ്യം നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി, എന്തിനാ ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഇത് കൊടുക്കുകയാണ് നമ്മൾ. എങ്ങാനും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ട ആൾക്കാരിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട, ഇറ്റ്സ് ഓൾ പ്രൊട്ടക്റ്റഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന സർവീസ് ഏജന്റിന് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടോ അവർക്ക് ഷെയർ ചെയ്യൂ. അല്ലാതെ അറിയാത്ത ഒരാൾക്ക് റാൻഡം ആയിട്ട് അവനവന്റെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്താൽ യെസ്, ഫ്രോഡ് നടക്കാം. സോ ഓൾവേസ് ഫൈൻഡ് ദ കറക്റ്റ് ഏജന്റ് ആൻഡ് ഹാൻഡ് ഓവർ ദി ഡോക്യുമെന്റ്സ്. അല്ലാതെ വെറുതെ കൊടുക്കാതിരിക്കുക. സോ ഇതൊരു സജഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക ആൻഡ് ടേക്ക് ഇറ്റ് സെൻസിബിളി.